ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അപ്രതീക്ഷിതമായിട്ടുള്ള ശക്തമായൊരു സെല്ലിംഗ് പ്രഷറാണ് നേരിട്ടത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ നിഫ്റ്റി 50 ഇന്ന് 26,000 ലെവല് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നുകൊണ്ട് 25,876 ക്ലോസ് ചെയ്ത് ഏകദേശം 263 പോയിന്റിന്റെ വമ്പിച്ച ഒരു വീഴ്ചയാണ് ഇന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കുറേ കാലമായിട്ട് നിശബ്ദമായിരിക്കുകയായിരുന്ന ട്രംപ് അദ്ദേഹം വീണ്ടും ലൈംലൈറ്റിലേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന യുദ്ധങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റാണ് യഥാർത്ഥത്തിൽ നമുക്കിന്ന് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. ഇത് കൂടാതെ കുറച്ചുകൂടി കടന്നുകൊണ്ട് റഷ്യൻ സാങ്ഷൻ ആക്ട് എന്ന് പറയുന്ന രീതിയിൽ ഒരു ബില്ല് അത് US പാർലമെൻറ്റിൽ പാസ്സാക്കാൻ വേണ്ടി ട്രംപ് ശ്രമം നടത്തുകയാണ്. തീർച്ചയായിട്ടും ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്ന ബിയേഴ്സ് ഈ ഒരു അവസരം മുതലെടുക്കുകയും അവർ ശക്തമായ സെല്ലിംഗ് ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു റഷ്യൻ സാങ്ഷൻ ആക്ട് റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരെ 500% താരിഫ് ഏർപ്പെടുത്തുവാനുള്ള ഒരു അധികാരം നൽകുന്ന ഒരു ബില്ലാണ്. അപ്പോൾ നമുക്കറിയാം, ഇതിനു മുമ്പ് ട്രംപ് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്കെതിരെ ഏർപ്പെടുത്തിയ പെനാൽറ്റി താരിഫ് അതിൻ്റെ നിയമസാധുതയെ അമേരിക്കയിൽ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലീഗലായിട്ടുള്ള ഒരു തടസ്സം മറികടക്കാൻ വേണ്ടിയാണ് ഈ രീതിയിലുള്ള പുതിയൊരു ബില്ല് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ബില്ല് തീർച്ചയായിട്ടും പുതിയൊരു ട്രേഡ് വാറിലേക്ക് ലോകത്തെ തള്ളിവിടുന്ന രീതിയിലുള്ള ഒരു ബില്ലാണ്. അപ്പോൾ ഇവിടെ റഷ്യയുമായിട്ടും അതേപോലെ തന്നെ ഇറാനുമായിട്ടും ഈ രീതിയിലുള്ള ഡീൽ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾക്കെതിരെ, അത് ഈവൻ നാറ്റോ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾക്കെതിരെ പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബില്ലാണ് ട്രംപ് ഇപ്പോൾ അപ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ റഷ്യയുടെ ക്രൂഡ് ഓയിൽ മാത്രമല്ല, റഷ്യയിൽ നിന്ന് യുറാനിയം വാങ്ങുന്നവർക്കെതിരെയും, ന്യൂക്ലിയർ വാർ ഹെഡിലൊക്കെ ഉപയോഗിക്കുന്ന ഈ യുറാനിയം അത് വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെയും ഈ രീതിയിലുള്ള 500% താരിഫ് കൊണ്ടുവരുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ട്രംപിന് ഇന്ത്യ, ബ്രസീൽ, ചൈന പോലെയുള്ള എമേർജിംഗ് എക്കണോമികളിലേക്ക് കൂടുതൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു അധികാരമാണ് അമേരിക്ക നൽകുന്നത്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൻ്റെ ഈ ഒരു സെൽ ഓഫ് ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ഇതിൻ്റെ ഒരു മിക്സഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് നമുക്ക് അതിൻ്റെ ഫ്യൂച്ചേഴ്സിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടാതെ തന്നെ FIAs വീണ്ടും അവരുടെ സെല്ലിംഗ് സ്ട്രീക്ക് ആരംഭിച്ചതായിട്ട് കാണാം. ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ അവർ 1,500 കോടിയിലധികമുള്ള ഒരു നെറ്റ് സെല്ലിംഗ് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ജനുവരിയിലെ ഒരു ഹയസ്റ്റ് സെല്ലിംഗ് ആണ് അവരിപ്പോൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതും തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനെ പുറകോട്ട് വലിച്ചിട്ടുണ്ട്. കൂടാതെ കമോഡിറ്റി മേഖലയിലുണ്ടായിരുന്ന തകർച്ച അതും ഇന്നത്തെ മാർക്കറ്റിനെ വലിയ തോതിൽ താഴ്ത്തു വലിച്ചു കൊണ്ടുപോകാൻ കാരണമായിട്ടുണ്ട്. മെറ്റൽ സ്റ്റോക്കുകളും പ്രീഷ്യസ് മെറ്റൽസും അടക്കമുള്ള മെജോറിറ്റി കമ്മോഡിറ്റി മാർക്കറ്റിൽ വമ്പിച്ച ക്രാഷാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഇന്ന് നിഫ്റ്റിയിലെ തന്നെ മെറ്റൽ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അത് 3% കൂടുതൽ ക്രാഷ് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഗോൾഡ്, സിൽവർ, കോപ്പർ ഇതിലൊക്കെ ഒരു ഫോളാണ് ഇന്നുണ്ടായിട്ടുള്ളത്. കൂടാതെ ക്രൂഡ് ഓയിലും ഗ്യാസിലുമൊക്കെ നേരിയ തോതിലുള്ള അപ്സൈഡുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് NSEയിലെ ബ്രോഡ് മാർക്കറ്റ് ആയാലും ഈവൻ സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാലും ഒരു ഇൻഡെക്സ് പോലും ഇന്ന് പച്ചയിൽ നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാം നെഗറ്റീവിലാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുക. നിഫ്റ്റി 50യിലെ മേജറായിട്ടുള്ള ലൂസേഴ്സായിട്ട് നമ്മൾ കാണുന്നത് ടെക് മഹീന്ദ്ര, ONGC, വിപ്രോ, ജിയോ ഫിനാൻഷ്യൽസ്, ഹിൻഡാൽക്കോ പോലെയുള്ള സ്റ്റോക്കുകളാണ്. ഏകദേശം 3% കൂടുതലുള്ള ഒരു ഫോളാണ് ഈ സ്റ്റോക്കുകൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ നിഫ്റ്റി 500 സ്റ്റോക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ജിൻഡാൽ സ്റ്റീൽ, പവർ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ സിങ്ക്, GMDC, NMDC സ്റ്റീല്, സിഗ്നേച്ചർ ഗ്ലോബൽ, ടാരിൽ, ബെൽ പോലെയുള്ള സ്റ്റോക്കുകളിൽ വമ്പിച്ച ക്രാഷ് ഉണ്ടായതായിട്ട് കാണാം. അത് ഏകദേശം 6% മുതൽ 8% വരെയുള്ള ഒരു ഫോളാണ് ഈ സ്റ്റോക്കുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബെല്ല്, അതുപോലെ ലാർസൻ ആൻഡ് ടൂബ്രോ, ABB തുടങ്ങിയ ക്യാപിറ്റൽ ഗുഡ് സെഗ്മെന്റിലുള്ള പല സ്റ്റോക്കുകളിലും ഇന്ന് ഫോൾ ഉണ്ടാകാൻ മറ്റൊരു വാർത്ത മാർക്കറ്റിലുണ്ടായിരുന്നു. റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്ത ഈ ഒരു വാർത്തയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അതായത് ചൈനയ്ക്കെതിരെ ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് അത് എടുത്തു കളയാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഫൈനാൻസ് മിനിസ്ട്രി നീങ്ങുന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ടാണത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ചൈനീസ് ഫേമുകൾക്ക് ഇന്ത്യയിലുള്ള ഗവൺമെൻറ് കോൺട്രാക്റ്റുകളിൽ അവരുടെ കൊട്ടേഷൻ കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യ ചൈന അതിർത്തിയിൽ 2020 ഉണ്ടായിട്ടുള്ള ഗാൽവാൻ ബോർഡർ ക്ലാഷിൽ അതിനുശേഷമാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ചൈനീസ് ഗവൺമെൻറ്റിനെതിരെ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ചൈനീസ് കമ്പനികൾക്കും ഗവൺമെൻറ് കോൺട്രാക്റ്റുകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് ഇന്ത്യൻ കമ്പനികൾക്ക് വളരെയധികം ഗുണം ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ലാർസൻ ആൻഡ് ടൂബ്രോ, ABB, സീമെൻസ്, ബെൽ പോലെയുള്ള കമ്പനികളിൽ അത് വലിയ ഗുണം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ് ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തുന്നതോടെ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ കമ്പനികൾക്ക് കോൺട്രാക്റ്റുകൾ വിൻ ചെയ്യാനുള്ള അവസരം കുറയുകയാണ്. എന്നാൽ ഈ വാർത്ത പൂർണ്ണമായിട്ടും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ട ഒരു വാർത്തയല്ല. ഇത് ഇനിയും കൺഫേം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതൊരു റൂമറാണോ യഥാർത്ഥത്തിലുള്ളൊരു വാർത്തയാണോ എന്ന് നമ്മൾ
തിരിച്ചറിയണമെങ്കിൽ ഇനിയും ദിവസം കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഈ റൂമറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്കിൽ സെല്ലിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഇന്ത്യയുടെ GDP എസ്റ്റിമേറ്റ് അത് 7.4% എന്നുള്ള മോശമല്ലാത്ത ഒരു ഫിഗറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ പുറത്തുവിട്ടിട്ടുള്ള ഈ ഒരു അഡ്വാൻസ് എസ്റ്റിമേറ്റ് അത് കഴിഞ്ഞ വർഷത്തെ 2025 6.5%-നേക്കാൾ കൂടുതലാണ്, 7.4% ആണ്. അപ്പോൾ ഫസ്റ്റ് അഡ്വാൻസ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്ന ഈ ഒരു GDP കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റയർ ഫൈനാൻഷ്യൽ ഇയറിൽ എത്രമാത്രം ഇന്ത്യയുടെ GDP വളരുമെന്നതിൻ്റെ ഒരു ഏർലി ഒഫീഷ്യൽ ഫോർകാസ്റ്റ് ആണ്. അപ്പോൾ അത് 3 ക്വാർട്ടറിലുള്ള ഒരു എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പുറത്തു വിടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും ഒരു ക്വാർട്ടർ കൂടി ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ഈ ഫിഗർ മാറാം. അപ്പോൾ ഇതൊരു ഫൈനലായിട്ടുള്ള ഫിഗർ അല്ല, കാരണം ഇത് ബഡ്ജറ്റിന് മുന്നോടിയായിട്ടുള്ള ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻസ് എസ്റ്റിമേറ്റ് ആണ്. പക്ഷേ അത് മോശമല്ലാത്ത രീതിയിലാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിങ്ങിലൊക്കെ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം. ഒരുപക്ഷെ മറ്റൊരു റേറ്റ് കട്ടിലേക്ക് RBI പോയേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹെൽത്തി GDP ഫോർകാസ്റ്റിന് സഹായിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ ഇൻഫ്ലേഷൻ പരിധിയിൽ വന്നതാണ്. സർവീസ് സെക്ടറിലാണ് കാര്യമായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ വന്നിട്ടുള്ളത് 7.3% ആണ്. അതുപോലെ അഗ്രികൾച്ചർ അത് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ 3.1% മാത്രമാണ് ഗ്രോത്ത് റേറ്റ്. അതേപോലെ എനർജി സെക്ടർ, പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ സപ്ലൈ പോലെയുള്ള മേഖലകളിൽ, യൂട്ടിലിറ്റി സർവീസസ് പോലെയുള്ള മേഖലകളിൽ 2.1% ഒരു ഗ്രോത്ത് റേറ്റ് മാത്രമാണ്. എന്നാൽ മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ഗ്രോത്ത് റേറ്റ് 7% ആണ്. കൂടാതെ ഡിഫൻസ്, അതുപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, റിയൽ എസ്റ്റേറ്റ്, ഫൈനാൻഷ്യൽസ് തുടങ്ങിയ സെക്ടറുകളിൽ 9.9% ഒരു ഗ്രോത്ത് റേറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ആവറേജ് ഈ GDPയുടെ എസ്റ്റിമേഷൻ 7.4 എന്ന ലെവലിലേക്ക് എത്താൻ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗ്ലോബൽ ക്യൂസ് നമ്മുടെ മാർക്കറ്റിനെതിരെ ആണെങ്കിലും ഡൊമസ്റ്റിക് ക്യൂസ് വളരെ പോസിറ്റീവാണെന്നാണ് നമ്മളെ റിപ്പോർട്ടുകളിൽ നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഈ തിരിച്ചടികൾ താൽക്കാലികമാണെന്നും ഇതൊക്കെ ഒരു അക്യുമുലേഷൻ സ്റ്റേജ് ആയിട്ട് ഉപയോഗിക്കണമെന്നുമാണ് മാർക്കറ്റിൻ്റെ ഇത്തരം ഡാറ്റകൾ നൽകുന്ന സൂചന. എന്നാൽ ഇവിടെ ഇത്തരത്തിലുള്ള പോസിറ്റീവ് വാർത്തകൾക്കിടയിലും ഇന്ത്യൻ മാർക്കറ്റിൽ നെഗറ്റീവായിട്ട് ചില വാർത്തകൾ കാണാം. അത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കായിട്ടുള്ള UBS അവർ ഇന്ത്യൻ റുപ്പിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ റുപ്പി ഇനിയും ഒരു 4% കൂടി 2026 ഡിവാല്യൂറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഡിപ്രിസിയേറ്റ് ചെയ്യപ്പെടും എന്നാണ് UBS റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ-US ട്രേഡ് ഡീൽ ഡിലേ ആകുന്നതും അതുപോലെ ഇന്ത്യയിൽ നിന്ന് ഫോറിൻ ഔട്ട്ഫ്ലോ ശക്തമായിട്ട് ഉണ്ടാകുന്നതിൻ്റെയും ഫലമായിട്ടാണ് ഈ രീതിയിലുള്ള റുപ്പി ഡിവാല്യുവേഷൻ ഉണ്ടായതെന്നും അത് ഇനിയും തുടരുമെന്നുമാണ് അവർ പറയുന്നത്. അത് 94 എന്ന ലെവലിലേക്ക് എത്തുമെന്നാണ് അവർ പറയുന്നത്. അത് 2-3 മാസങ്ങൾ കൊണ്ട് സംഭവിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ റുപ്പി കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് 90 താഴെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ലെവലിൽ നിന്നും 94 എന്ന ലെവലിലേക്ക് റുപ്പി വരും മാസങ്ങളിൽ പോകുമെന്നാണ് UBS റിപ്പോർട്ട് ചെയ്യുന്നത്. അതേതായാലും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്ര പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ US-India ട്രേഡ് ഡീൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിലവിൽ ട്രംപ് ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ താരിഫ് ഭീഷണി അത് യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഒന്നുകിൽ അത് മേക്ക് ഓർ ബ്രേക്ക് എന്ന സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ട്രേഡ് ഡീൽ ഉണ്ടാവുകയും ഈ ഒരു പ്രതിസന്ധി ഇന്ത്യക്ക് മറികടക്കാൻ കഴിയുകയും ചെയ്യും. എന്നാൽ അത് എത്രമാത്രം ഇന്ത്യ റഷ്യയെ പൂർണ്ണമായിട്ടും പിന്തള്ളിക്കൊണ്ട് അത്തരം കാര്യത്തിലേക്ക് നീങ്ങുമെന്ന കാര്യമാണ് ഇവിടെ സംശയം ഉണർത്തുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില ആക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് പനാസിയ ബയോടെക് എന്ന് പറയുന്ന ഫാർമ സ്റ്റോക്കിൽ 13% ഒരു റാലി നടന്നതായിട്ട് കാണാം. അപ്പോൾ ഈ സ്റ്റോക്ക് യഥാർത്ഥത്തിൽ ഒരു അണ്ടർ പെർഫോമിംഗ് സ്റ്റോക്കാണ്. ഇതൊരു ലോസ് മേക്കിംഗ് സ്റ്റോക്കാണ്. ഇതിൻ്റെ ROEയും ROCയും ഒക്കെ നെഗറ്റീവാണ്. അപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറുകളിലൊന്നും ഇത് പ്രോഫിറ്റ് ആയിട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഈ ഫാർമ സ്റ്റോക്കിൻ്റെ പ്രധാനപ്പെട്ട ബിസിനസ് അവർ ബ്രാൻഡഡ് ആയിട്ടുള്ള വാക്സിനും ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസും ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പ്രൊഡക്റ്റുകളും ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ഇവർ ICMRമായി ചേർന്നുകൊണ്ട് ഏകദേശം 10,335 ആളുകളിൽ ഒരു ക്ലിനിക്കൽ ട്രയൽ നടത്തിയിട്ടുണ്ട് ഒരു വാക്സിനുമായി ബന്ധപ്പെട്ട്. ഡെങ്കു ഫീവറിൻ്റെ വാക്സിനാണിത്. ഡങ്കി ഓൾ എന്ന് പറയുന്ന ഈ ഒരു വാക്സിൻ അതിൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ അതിൻ്റെ എൻറോൾമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഒരു വാക്സിൻ വേൾഡ് വൈഡായിട്ട് അംഗീകരിക്കപ്പെടണമെങ്കിൽ അത് മിനിമം ഒരു 2 വർഷമെങ്കിലും അതിൻ്റെ പിന്നിലുള്ള പല വിധത്തിലുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് എത്രമാത്രമുണ്ട്, അതുപോലെ ആ വാക്സിൻ്റെ പ്രൊട്ടക്ഷൻ എത്രമാത്രമുണ്ട് എന്നതൊക്കെ പൂർണ്ണമായിട്ടും ആളുകളിൽ പരീക്ഷിച്ചിട്ട് വിജയിച്ചാൽ മാത്രമേ അത് മാർക്കറ്റിൽ ഇറക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഡെങ്കി വാക്സിന് അത് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സിംഗിൾ ഷോട്ട് ഡെങ്കി വാക്സിനാണ്. അതായത് ഈ ഡെങ്കു ഫീവറിന് വാക്സിനേഷൻ മൾട്ടിപ്പിൾ ഡോസ് പലതരത്തിലുള്ള വാക്സിനാണ് കൊടുക്കാറുള്ളത്. അതൊക്കെ ഒറ്റ ഒരു ഷോട്ടിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഈ ഒരു കണ്ടുപിടുത്തം. അപ്പോൾ 2027 ഇതിൻ്റെ ആ ഒരു ട്രയൽ കംപ്ലീറ്റ് ആകപ്പെടുമെന്നും അപ്രൂവൽ ലഭിക്കുമെന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ.
അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആ 2 വർഷത്തെ മോണിറ്ററിംഗ് പീരീഡ് അവിടെ ഈ വാക്സിൻ വിജയിക്കുകയാണെങ്കിൽ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നാഴികക്കല്ലായിട്ട് അവരുടെ ബിസിനസ്സിൽ മാറാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മൂവാണ് ഇന്ന് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നത്. എങ്കിലും ഈ സ്റ്റോക്ക് വളരെയധികം റിസ്കി ആയിട്ടുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഒരു സ്റ്റോപ്പ് ലോസ് അനിവാര്യമാണ്. കാരണം ഈ വാക്സിനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നെഗറ്റീവ് വാർത്ത വരികയും ഇതിൻ്റെ അപ്രൂവൽ ഒരു പ്രതിസന്ധിയിലാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോൾ മാരകമായിരിക്കും. മറ്റൊരു സ്റ്റോക്ക് ഇന്ന് ശക്തമായിട്ട് മുന്നേറി കാണുന്നത് ബാലാജി അമൈൻസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇപ്പോൾ മഹാരാഷ്ട്ര ഗവൺമെൻറ് ഇവർക്ക് ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ മഹാരാഷ്ട്ര ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ സോളാപുരയിലുള്ള ഇവരുടെ യൂണിറ്റിന് അതിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്രൂവൽ ഗവൺമെൻറ് നൽകിയിരിക്കുന്നത്. ആ അപ്രൂവലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനി ഒരു മെഗാ പ്രൊജക്റ്റ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് വരികയും ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ സ്കീമിൽ ഇത് ഉൾപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഈ കമ്പനിക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർക്ക് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ സബ്സിഡി ആയിട്ട് 258 കോടിയുടെ ഒരു സഹായമാണ് ലഭിക്കുന്നത്. കൂടാതെ ഈ ഒരു ഇൻസെൻറ്റീവിൽ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി പൂർണ്ണമായിട്ടും ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. അത് 7 വർഷത്തേക്ക് ഇലക്ട്രിസിറ്റി ബില്ലുകളൊന്നും ഇവർ അടയ്ക്കേണ്ടതില്ല. ഇപ്പോൾ ബാലാജി അമൈൻ എന്ന് പറയുന്നത് 3945 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. 1220 എന്ന പ്രൈസ് റേഞ്ചിലാണ് ഇതിപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 38% താഴേക്ക് വന്ന ഒരു സ്റ്റോക്കാണിത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 27 എന്ന ലെവലിലാണ്. വലിയ കടബാധ്യതകളൊന്നുമില്ലാത്ത ഒരു സ്റ്റോക്കാണെങ്കിലും ഇതിൻ്റെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും കഴിഞ്ഞ വർഷം നെഗറ്റീവിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു ഗവൺമെൻറ് സപ്പോർട്ട് കൂടി ലഭിക്കുമ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് Q3 ഏർണിങ്സിൽ അത് പ്രതിഫലിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ നല്ലൊരു റാലി നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.